AD 7-ാം നൂറ്റാണ്ടിൽ ശിവന്റെ അവതാരമായ വിരൂപാക്ഷൻ സമർപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ ആരാധനാലയമായി തുടങ്ങിയ ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളിലൂടെ നിരവധി ഉപ ആരാധനാലയങ്ങൾ, തൂണുകൾ, ഹാളുകൾ, മണ്ഡപങ്ങൾ, കൊടിമരങ്ങൾ, വിളക്കുകാലുകൾ, കവാട ഗോപുരങ്ങൾ, ഒരു വലിയ ക്ഷേത്ര അടുക്കള എന്നിവയുള്ള വിശാലമായ ഒരു സമുച്ചയമായി വികസിച്ചു. ഈ കവാട ഗോപുരത്തിലൂടെ ക്ഷേത്രമുറ്റത്ത് പ്രവേശിക്കുമ്പോൾ ഇടതുവശത്തായി 3 തലയുള്ള അസാധാരണമായ നന്ദിയുടെ ഒരു പ്രതിമയും അതിന് തൊട്ടടുത്തായി ഹംപിയുടെ ഒരു വലിയ ഭൂപടവും കാണാവുന്നതാണ്. പ്രധാന കവാട ഗോപുരവും ക്ഷേത്രത്തിന്റെ പ്രധാന മണ്ഡപവും മറ്റു ചില നിർമ്മിതികളും കൃഷ്ണദേവരായർ തന്റെ സ്ഥാനാരോഹണത്തിന്റെ അടയാളമായി നിർമ്മിച്ചു നൽകിയതാണെന്ന് വിശദീകരിക്കുന്ന ശിലാഫലകം പ്രധാന കവാട ഗോപുരത്തിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രം മുറ്റം മുഴുവൻ കരിങ്കൽ പാളികൾ കൊണ്ട് പാകിയിട്ടുള്ളതിനാൽ അവ ചൂടാകുമ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായി മുറ്റത്തിന്റെ നടുവിലൂടെ നനഞ്ഞ പരവതാനി വിരിച്ചിട്ടിരിക്കുന്നു. ഈ മുറ്റത്ത് പ്രധാനമായും തെക്ക് പടിഞ്ഞാറ് മൂലയിൽ 100 കോളം ഹാളം എന്നറിയപ്പെടുന്ന 100ഓളം തൂണുകളോട് കൂടിയ ഒരു മണ്ഡപവും, വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു കല്യാണ മണ്ഡപവും, കിഴക്ക് വശത്ത് കവാട ഗോപുരത്തിനോട് ചേർന്ന് ഒരു ക്ഷേത്ര ഓഫീസും കൂടാതെ ഒരു പഴയ കിണർ, നന്ദിയുടെ ശില്പങ്ങൾ എന്നിവയുണ്ട്.